വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ ജാഗ്രതയിലാണ് മലപ്പുറം ജില്ല. രോഗവ്യാപനം തടയാൻ കണ്ടെയ്ൻമെന്റ് സോണുകൾ നിശ്ചയിച്ചും മാസ്ക് നിർബന്ധമാക്കിയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണ് ജില്ലയിൽ. മദ്രസയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സിനിമാശാലകളും അടച്ചു. പനിയുള്ളവരെ കണ്ടെത്താനുള്ള ഫീവർ സർവേ തുടങ്ങിയിട്ടുണ്ട്. രോഗലക്ഷണമുള്ള 10 പേരുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു. മരിച്ച 23കാരന്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. കോൺടാക്ട് ട്രേസിംഗ് പൂർത്തിയായാൽ ഉടൻ റൂട്ട് മാപ്പ് പുറത്തിറക്കും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രത്യേക നിയന്ത്രണവും ജില്ലയിൽ പൊതു നിയന്ത്രണവുമായി മലപ്പുറം വീണ്ടും നിപ ജാഗ്രതയിലേക്ക് കടന്നു. 2 മാസത്തിനിടെ വീണ്ടും നിപ ബാധിച്ചത് ആരോഗ്യവകുപ്പിനും വെല്ലുവിളിയാണ്. 2 മാസം മുൻപ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 14കാരൻ നിപ ബാധിച്ചു മരിച്ചിരുന്നു. അന്ന് ഫലപ്രദമായി നിപയെ പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിച്ചു. ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് തിരുവാലി നടുവത്തും ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും സ്വീകരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളായ തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡിലും പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. സിനിമാ തിയേറ്ററുകൾ തുറക്കരുത്. സ്കൂൾ, കോളേജ്, മദ്രസകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്റർ എന്നിവയ്ക്കും പ്രവർത്തിക്കാൻ അനുവാദമില്ല. ജില്ലയിലെ പൊതു നിയന്ത്രണങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി. കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കണം. പനിയടക്കമുള്ള രോഗലക്ഷണങ്ങളിൽ സ്വയം ചികിത്സ അരുത് എന്നും ഉത്തരവിൽ പറയുന്നു. നടുവത്ത് നിപ സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഫീവർ സർവേ ആരംഭിച്ചു. ഇന്ന് പഞ്ചായത്തിലെ 5 വാർഡുകളിൽ സർവേ പൂർത്തിയാക്കും. നിയന്ത്രണങ്ങളുടെ ഭാഗമായി കലക്ടർ 4, 5, 6, 7 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം ഇന്നലെ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് മുഴുവൻ മാസ്ക് ധരിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിപ ലക്ഷണങ്ങളുള്ള 10 പേരുടെ സാമ്പിളുകൾ ശേഖരിച്ചു. ഇവ കോഴിക്കോട് ലാബിൽ പരിശോധിക്കും. മരിച്ച 23കാരന്റെ കോൺടാക്ട് ട്രേസിംഗ് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ്. ഇത് പൂർത്തിയായാൽ റൂട്ട് മാപ്പ് പുറത്തിറക്കും. അന്ന് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബംഗളൂരുവിലെ 15 സഹപാഠികൾ നിരീക്ഷണത്തിൽ. കേരള ആരോഗ്യവകുപ്പ് കർണാടക ആരോഗ്യവകുപ്പിന് ഈ വിവരം കൈമാറി. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് നിലവിൽ ജില്ലയിൽ പ്രതിരോധ ഏകോപനം. 24 മലപ്പുറം.